വൈശാഖ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നവാഗത സംവിധായകൻ ചെയ്ത പടം ഇന്നലെ റിലീസ് ചെയ്ത് ഹലോ മമ്മി തിയേറ്ററിൽ പോയി കണ്ടു. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ മൂവിയാണ് ബേസിക്കലി. നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ട്രെയിലർ കാണിച്ച പോലെ തന്നെ ഒരു ഹൊറർ കോമഡി മൂവിയാണിത്. ഈ ജോണറിലെ പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്, പേടിപ്പിക്കുന്ന രംഗങ്ങളും എന്നാൽ അത്യാവശ്യം കോമഡിയൊക്കെ മിക്സ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇമോഷണൽ എലമെൻറ്റ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്നും ഈ പടത്തെ വ്യത്യസ്തമാക്കുന്നത് 2.5 മണിക്കൂർ മാത്രം ദൈർഘ്യം, ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള നെറേറ്റീവ്, നല്ല അടിപൊളി മേക്കിംഗ്, നല്ല സ്പീഡിൽ പടം പോകുന്നുണ്ട്. പടത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയ ഷറഫുദ്ദീൻ എന്ന ആക്ടറിൻ്റെ ഒരു പ്രകടനമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വില്ലൻ റോളിൽ, ക്യാരക്ടർ റോളുകളിൽ, ചെറിയ സൈഡ് റോളിലൊക്കെ അഭിനയിച്ച് വന്ന ആൾ, നമ്മളെ പഴയ ഗിരിരാജൻ കോഴി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ചെയ്ത പ്രേമത്തിൽ നിന്നുള്ള ആ ഒരാൾ എത്രമാത്രം പോളിഷ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ പടത്തിലെ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ അടിപൊളി സീനുകളാണ് ശരി, കോമഡി സീനുകളാണ് ശരി, ഇമോഷണൽ സീനുകളാണ് ശരി, ഐശ്വര്യലക്ഷ്മിയുമായിട്ട് ചേർന്നിട്ടുള്ള, ഐശ്വര്യലക്ഷ്മിയാണ് ഇതിനകത്ത് നായിക, ഐശ്വര്യലക്ഷ്മിയുമായും ചേർന്നിട്ടുള്ള റൊമാൻറ്റിക് സീനുകളാണ് ശരി, ഇൻറ്റിമേറ്റഡ് സീനുകളാണ് ശരി, നല്ല എന്താ പറയുക ടഫാക്കുന്ന റോളുകളാണ് ശരി, ഫൈറ്റ് സീനുകളാണ് ശരി, ഗംഭീരമായിട്ട് ചെയ്തു വെക്കാനായിട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ സീനുകൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാവത്താനെ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഷറഫുദ്ദീന് പെട്ടെന്ന് കാര്യത്തോട് അടുക്കുമ്പോൾ ആ ഒരു ട്രാക്ക് മാറ്റി പിടിപ്പിക്കുന്നതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺവേ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് ഷറഫുദ്ദീന് കഴിഞ്ഞിട്ടുണ്ട്. ഷറഫുദ്ദീനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഡയറക്ടർ വൈശാഖ ലെൻസിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നെറേറ്റീവാണ്, നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുള്ള കഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ബേസിക്കലി പടത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹാലോചനയിൽ തുടങ്ങുന്ന ഒരു കഥയാണ്. അപ്പോൾ ഒരു തല്ലിപ്പൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഷറഫുദ്ദീന് കണ്ട് ഇഷ്ടപ്പെടുന്നതാണ് നമ്മളുടെ ഐശ്വര്യലക്ഷ്മി. അപ്പോൾ ഐശ്വര്യലക്ഷ്മിയുമായിട്ട് ലൈഫിനായിട്ട് മുന്നോട്ട് പോകാൻ ഒരു അറേഞ്ച്ഡ് മാരേജിനായിട്ട് പോകുമ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ ഒരു പ്രശ്നമുണ്ട്. ഐശ്വര്യലക്ഷ്മി ഷിംലയിൽ നിന്ന് വന്ന ആളാണ്. ഐശ്വര്യലക്ഷ്മിയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്നത് ജഗദീഷാണ്. ജഗദീഷ് ഒരു ഡിഫറൻറ്റ് റോളിലാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐശ്വര്യലക്ഷ്മിയുടെ അമ്മ ഐശ്വര്യലക്ഷ്മിക്ക് 5 വയസ്സാകുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോഴും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഷറഫുദ്ദീൻ എന്നുള്ള രീതിയിൽ പറയുന്നു. ഒരു തമാശക്ക് പറഞ്ഞ കാര്യമായിരിക്കും എന്നുള്ള രീതിയിൽ ഷറഫുദ്ദീൻ ആദ്യം ചാടിക്കയറി സമ്മതിക്കുകയും തുടർന്ന് അങ്ങോട്ടൊക്കെ ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ പടത്തിൻ്റെ ബേസിക് ഇതിവൃത്തം. പടത്തിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും ഇതിലെ പ്രേതത്തെ യക്ഷിയോ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ പടത്തിൽ ആ യക്ഷി അഥവാ പ്രേതം, ആ ഒരു മരിച്ച പേഴ്സൻ്റെ ആത്മാവ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ടും അത് നമ്മളായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ടും ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി BGM ആണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ ജേക്സ് ബിജോയിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പ്രൂവൺ മ്യൂസീഷ്യനാണ്. ആ പടത്തിന് അല്ലെങ്കിൽ ഈ പടത്തിന് എത്രമാത്രം ഒരു മൈലേജ് ഈ പടത്തിലെ മ്യൂസിക് കൊടുക്കാൻ പറ്റും അത്രക്കും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ സീനുകളും സീൻ ബൈ സീന് അതിനകത്തുള്ള ആ ഒരു സ്ലോ ആയിട്ട് പേസിൽ തുടങ്ങി ആ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്തു വന്ന് പേടിപ്പിക്കുന്ന രംഗത്തിലൊക്കെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് ഈ ജേക്സ് ബിജോജിൻ്റെ BGMന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അത്യന്തം പ്രശംസനീയമാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, VFX ആണെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡി നമ്മളെ ജോമൻ ജ്യോതിർ എന്ന് പറഞ്ഞ ആളുടെ പെർഫോമൻസ്, നമ്മുടെ വാഴയിലൊക്കെ ഉള്ള ക്യാരക്ടർ, പിന്നെ അതേപോലെ നമ്മളെ ഗുരുവായൂർ അമ്പലനടത്തിലൊക്കെ ചെയ്ത ആളുണ്ടല്ലോ മറ്റേ പക്ഷിയാത്രം പറയുന്ന ആളായിട്ട് അഭിനയിക്കുന്ന നമ്മളെ സൈക്കാട്രിസ്റ്റായിട്ട് അഭിനയിക്കുന്ന ആൾ ജോമിൻ ജ്യോതിർ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ജോർജ് എന്ന ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഈ പടത്തിലെ പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജോണി ആൻ്റണി ആസ് യൂഷ്വൽ പടങ്ങളിലൊക്കെ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ക്യാരക്ടറൊക്കെ തന്നെയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ, അധികം വെറുപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എപ്പോഴും എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് ഷറഫുദ്ദീൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ്. എത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് ഈ ക്യാരക്ടർ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അത്രക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം അത്രക്കും ഒരു അടിത്തട്ടിൽ നിന്ന് വന്ന് ചെറിയ റോളുകൾ മാത്രം ചെയ്ത് ഒരു ചെറിയ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് തട്ടിക്കൂട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഷറഫുദ്ദീൻ ട്രാക്ക് മാറ്റി പിടിച്ച് ഈ ഒരു പടത്തിൻ്റെ മൊത്തം തോളിലേറ്റി ഈ പടം നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരുപാട് പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. VFX ഒന്നും ഒട്ടും തല്ലിപ്പൊളിയല്ല, നല്ല രീതിയിൽ തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മേക്കിംഗ് തന്നെ ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പടത്തിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇതിലെ VFX ടീം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് ആണ് പടത്തിനുള്ളത്. നമുക്ക് ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യും, ഒരുപാട് ചിരിക്കാനുള്ള രംഗങ്ങളുണ്ട്. എന്നാൽ അത്യാവശ്യം ഇമോഷണലി കണക്ട് ചെയ്യുന്ന ആ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രംഗങ്ങളൊന്നും ഒരിക്കലും വലിച്ചു വാരി മെഴുകാത്ത രീതിയിൽ ചെയ്തു വെക്കാനായിട്ട് വൈശാഖ ലെൻസിന് കഴിഞ്ഞിട്ടുണ്ട്.
നല്ല BGM, അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു നഷ്ടമില്ല. ഒരു എബോ ആവറേജ് മൂവിയാണ്, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നല്ലൊരു തിയേറ്റർ പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് ഈ പടം തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. എനിക്ക് അത്യാവശ്യം ടൈമുണ്ട്, ഒരു ഹോളിഡേ മൂഡാണ് നിങ്ങൾക്ക്. പിന്നെ ബാക്കിയുള്ള എല്ലാ പടങ്ങളും കണ്ടു കഴിഞ്ഞു. ഈ പടം കാണുന്നതിന് ഒരു തെറ്റുമില്ല. ഷറഫുദ്ദീൻ്റെ മികച്ചൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരുപാട് ഒരു മനസ്സ് നിറഞ്ഞിട്ട് ഈ പടങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുള്ള കാര്യത്തിലും സംശയമില്ല. മാത്രവുമല്ല, ഈ പടത്തിനൊരു ടൈലൻ്റ് ഉണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് എടുത്ത് വെക്കാം എന്നുള്ള പാകത്തിലാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്.